UPSC ആസ്പിറൻസ് ഈ വരുന്ന കേസിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യണം? പല തവണ UPSC എക്സാം എഴുതിയിട്ടും പ്രിലിംസിലോ മെയിൻസിലോ അതോ മെയിൻസിന് മാർക്ക് കുറവായതുകൊണ്ട് ഇന്റർവ്യൂ കൺവേർഷൻ നടക്കാതിരിക്കുകയോ ചെയ്യുന്നവരാണെങ്കിൽ ഈ കേസിനെ നിങ്ങൾ ഫസ്റ്റ് പ്രയോറിറ്റി ആയിട്ട് കാണുക. വൈ? ബിക്കോസ് UPSCയിൽ കൺവേർഷൻ നടക്കാത്ത പലപ്പോഴും നിങ്ങളുടെ ചെറിയ ചെറിയ ഗ്യാപ്പുകൾ പ്രിലിംസിലോ മെയിൻസിലോ നിങ്ങൾക്ക് അഡ്രസ്സ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടായിരിക്കും. KS പൊതുവേ അതിനേക്കാൾ എളുപ്പമുള്ള ഒരു പരീക്ഷ ആയതുകൊണ്ട് ആ ഗ്യാപ്പുകൾ നിങ്ങൾക്ക് ഇവിടെ ശരിക്കും നിങ്ങളെ തടയണമെന്നില്ല. ഇതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം എന്ന് പറഞ്ഞാൽ പല തവണ UPSCയുടെ പല സ്റ്റേജസിൽ സ്റ്റക്ക് ആയിരുന്നവർ കഴിഞ്ഞ KSന്റെ റാങ്ക് ലിസ്റ്റിൽ ടോപ്പിൽ ഇടം നേടിയവരാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ KS എല്ലാ വർഷവും നടക്കുന്ന ഒരു പരീക്ഷയല്ല, 5 വർഷത്തിലൊരിക്കലാണ് KS നടക്കുന്നത്. അപ്പോൾ ഈ ഒരു KS അവസരം നിങ്ങൾ മിസ്സാക്കിയാൽ നിങ്ങൾക്ക് UPSC സമാധാനമായിട്ട് പഠിക്കാനുള്ള ഒരു ചാൻസ് പോലും നിങ്ങൾ കളഞ്ഞു കുളിക്കുകയാണ്. ഇതുവരെ ക്ലിയർ ആണല്ലോ? സോ UPSC ആസ്പിറൻസിന് KSനെ സംബന്ധിക്കുന്ന ഏറ്റവും വലിയ ചലഞ്ച് രണ്ടാണ്. ഒന്ന്, കേരള മൊഡ്യൂൾസ് നിങ്ങൾ എങ്ങനെ പഠിക്കും, അതായത് കേരള ജോഗ്രഫി, കേരള ഹിസ്റ്ററി, കൾച്ചറൽ ഹെറിറ്റേജ് ഓഫ് കേരള, അതുപോലെ തന്നെ PSCയിലെ ഇംഗ്ലീഷ്, മലയാളം തുടങ്ങിയ സബ്ജക്റ്റുകൾ. പിന്നെ രണ്ടാമത്തെ ചലഞ്ച് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ KSന് ശേഷം കേരള PSC അടിമുടി മാറിയിരിക്കുകയാണ്, അവരുടെ ലെവൽ കണ്ടമാനം ഉയർത്തിയിരിക്കുകയാണ്. അപ്പോൾ കൺസിസ്റ്റന്റ് ആയിട്ട് 2020 തൊട്ടുള്ള കേരള PSCയുടെ ഡിഗ്രി ലെവൽ പരീക്ഷ ഫോളോ ചെയ്യാത്തവർക്ക് ഈ KSനെ പ്രോപ്പർലി അപ്രോച്ച് ചെയ്യാൻ പറ്റണമെന്നില്ല. ദിസ് ഈസ് വെയർ KS മെന്റർ സ്റ്റാൻഡ്സ് ഔട്ട്. കഴിഞ്ഞ KS റാങ്ക് ലിസ്റ്റിൽ 105-ൽ 73 പേര് നമ്മുടെ കുട്ടികളായിരുന്നു. അതുപോലെ തന്നെ അതിനുശേഷം നടന്ന കേരള PSCയുടെ എല്ലാ ഡിഗ്രി ലെവൽ പരീക്ഷകളിലും കൺസിസ്റ്റന്റ് ആയിട്ടുള്ള റിസൾട്ട് നമ്മൾ ഡെലിവറി ചെയ്തിട്ടുണ്ട്. സോ അറ്റൻഷൻ UPSC ആസ്പിറൻസ്, ഇനി ഒരു നിമിഷം പോലും നമുക്ക് പാഴാക്കാനില്ല. സോ ഈ വരുന്ന മാർച്ച് 17-ാം തീയതി ലോഞ്ച് ചെയ്യുന്ന KS മെന്ററിന്റെ UPSC ബ്രിഡ്ജ് കോഴ്സിലോട്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾ ജോയിൻ ചെയ്യാൻ നോക്കുക. പ്ലീസ് കോൺടാക്ട് us for more details.